പാദവാർഷിക പരീക്ഷ 6ാം ക്ലാസ് താരീഖ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചോദ്യം വരുന്ന രൂപം എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന വളരെ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുക, നഷ്ടപ്പെടുത്തി കളയരുത്. നല്ലൊരു മാർക്ക് നമുക്കിതിലൂടെ തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത്, ക്രിസ്താബ്ദം 574 ജനിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് യോജിച്ചത്. ഉത്തരങ്ങൾ ഡിസോർഡറായി പുറത്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് നേരെ നമ്മളത് എഴുതി കൊടുത്താൽ മതി. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഹുജറത്തു ഷരീഫയിലാണ്. മൂന്നാമത്തത്, ജുമാദൽ ഉഖ്റ 22-ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. നാലാമത്തത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണ്? അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ. നോട്ട് ചെയ്ത് വെക്കുക, അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ. 5, അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. 6, ഖലീഫ പ്രതിനിധി എന്നാണ് അർത്ഥം. 7, ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ്? സഹനമാണ്. ഉലുൽ അസ്മുകളെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ആരൊക്കെയാണ്? നൂഹ് നബി, ഇബ്രാഹിം നബി, ഈസ, മൂസ തുടങ്ങിയ ഉലുൽ അസ്മുകളുടെ പേരുകളും അവരുടെ ഗുണങ്ങളൊക്കെ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്, ശ്രദ്ധിക്കുക. 1, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഖുത്തൈല ബിൻത്ത് അബ്ദുൽ ഉസ്സ, ഉമ്മു റൂമാൻ ബിൻത്ത് ആമിർ എന്നീ സ്ത്രീകളെയാണ്. രണ്ടാമത്തത്, കള്ളപ്രവാചകന്മാർ ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസ്, തുലൈഹത്തു ബിനു ഖുവൈലിദുൽ അസദി, സജാഹ് എന്നിവരാണ്. മൂന്നാമത്തത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസീയത്തുകൾ. ഒരുപാടെണ്ണമുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യുക. 2 എന്തായാലും ചോദിക്കും. 1, ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്നെ കുളിപ്പിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക. അതാണ്. ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യുക. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് തന്നെ മറവ് ചെയ്യുക. 4, ഞാൻ ബൈത്തുൽ മാലിൽ നിന്നും കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകുകയും നാം പാല് കുടിക്കുന്ന ഒട്ടകം, ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്തുകളായിരുന്നു, പഠിച്ചു വെക്കുക. നാലാമത്തത്, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. നമ്മൾ നേരത്തെ പറഞ്ഞു, സയ്യിദിന നൂഹ്, ഇബ്രാഹിം, മൂസ, പിന്നെ ഈസ, പിന്നെ നമ്മുടെ നബി ഉണ്ടാവും. 5, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ. അടുത്ത ചോദ്യം 3, പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വായിക്കുന്നതിന് മുമ്പ് മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നബിദിന പരിപാടികൾ, അതുപോലെ തന്നെ HSM സ്കോളർഷിപ്പ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. വീഡിയോയുടെ അവസാനം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ്, താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുക. 1, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയാണ്? 63 ആണ്. 2, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് നോട്ട് ചെയ്യുക. 3, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? ഹന്തമ എന്നാണ്. 4, ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും. ആര്? ഉമറും ഹംസ റളിയല്ലാഹു അൻഹു. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ. വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യം പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി 4, ഉത്തരം എഴുതാം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം.
അബൂബക്കറെ, നിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല. രണ്ടാമത്തത്, ഖുലഫാ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതുവരെയാണ്? ഹിജ്റ 11 മുതൽ ഹിജ്റ 40 വരെ. നോട്ട് ചെയ്യുക, ഹിജ്റ 11 മുതൽ 40 വരെ. മൂന്നാമത്തത്, അധികാരം ഏറ്റ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? അധികാരം ഏറ്റു ആദ്യമായി അബൂബക്കർ ചെയ്തത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. നാലാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നായിരുന്നു? നുബുവത്തിൻ്റെ 6-ാം വർഷമാണ്. 5, ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഖത്താബിൻ്റെ മകനെ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ഷെയ്ത്താൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും. ഇനി 5-മത്തത് പൂരിപ്പിക്കാം എന്നതാണ്. പൂരിപ്പിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ വരും. പാഠഭാഗവുമായി നല്ലോണം ടച്ചുള്ള ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാ പാഠങ്ങളും നമ്മൾ ആവർത്തിച്ച് വായിക്കുക. ഈ പരീക്ഷയ്ക്ക് നമുക്ക് 6 പാഠങ്ങളാണല്ലോ പഠിക്കാനുള്ളത്. 6 പാഠവും 2-3 തവണ നന്നായി പഠിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഈ പൂരിപ്പിക്കാനുള്ളതിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പാഠം ബന്ധമില്ലെങ്കിൽ നമുക്ക് ഏതാണ് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത്, വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനുമായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷയുടെ പേപ്പർ മുഴുവനായി നമ്മൾ ചോദ്യം വായിച്ചു ഉത്തരം പറഞ്ഞു. ഏത് രൂപത്തിലാണ് താരീഖിൻ്റെ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്, വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 2ലും ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോകരുത്. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഒരു കമൻ്റ് അറിയിക്കുക. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു സന്തോഷത്തിനായിക്കോട്ടെ. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.